നല്ലൊരു സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ അതിനൊരു 1.5 ഗ്ലാസ് പരിപ്പിട്ട് വേവിച്ചു ഞാൻ നന്നായി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ ചേർക്കുന്നത് മുരിങ്ങക്കായ, വെണ്ടക്കായ, ഉരുളൻകിഴങ്ങ്, വഴുതനങ്ങ, തക്കാളി, വെണ്ടക്കായ. അപ്പോൾ തക്കാളിയും വെണ്ടക്കായും ഞാൻ ബിരിയാണി കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, കായം, ഒരു സ്പൂണോളം കായം, ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അത് വേവിക്കാൻ വയ്ക്കണം. വെണ്ടക്കായും തക്കാളി 2 തക്കാളി, ഒരു 5 വെണ്ടക്കായ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി വെന്തതിന് ശേഷം, അല്ലെങ്കിൽ ഇത് ഉടഞ്ഞിട്ട് നമുക്ക് വെണ്ടക്കായ തക്കാളിയൊന്നും കാണാൻ കിട്ടില്ല. അപ്പോൾ അതിൽ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അടച്ച് ഇത് വേവിക്കാൻ വയ്ക്കാം. സിമ്പിളായിട്ടുള്ളൊരു സാമ്പാറാണ്, പക്ഷെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അത്. അപ്പോൾ ഇത് ഒരു കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ വെണ്ടക്കായും തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെറുതെ ഒന്ന് തിളപ്പിച്ച് നമുക്ക് കണ്ടെടുക്കാം. അത്രേ വേണ്ടു, അത്ര വേവേ ഇതിനുള്ളൂ. അപ്പോൾ ഒന്ന് മൂടി വയ്ക്കാം. ഇത് ആയി വന്നിട്ടുണ്ട്. നമ്മൾ വേണ്ട കഷ്ണങ്ങളൊക്കെ അങ്ങനെയൊക്കെ എടുക്കും. അല്ലാതെ വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയുടെ കഷ്ണമാണ്, അതൊന്നും കാണില്ല. ഇപ്പോൾ വേറൊരു ചട്ടി വെച്ചിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ നാളികേരം വറുത്തരച്ചിട്ട് അങ്ങനെയൊന്നുമല്ല, പക്ഷെ നല്ല കുറുതായൊരു സാമ്പാർ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം കുറുതായത്, വല്ലാണ്ട് കുറുകുറു എന്നുള്ള സാമ്പാർ ഇവിടെ ആർക്കും ഇഷ്ടമില്ല. തനി വെള്ളമായാലും ഇഷ്ടമില്ല. അപ്പം അതുകൊണ്ട് ഒരു ഇടനിധാനത്തിലുള്ള ഒരു കുറുതായ്മയാണ് ഇതിനുണ്ടാവുക. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂണ് ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്നിപ്പോൾ കടുക് പൊട്ടി വരട്ടെ കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. നമ്മൾ വറുത്തരയ്ക്കാനൊക്കെ പോയാൽ പിന്നെ നാളികേരം വറുത്ത് അരയ്ക്കുക, ഉള്ളി, വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഞാനതിൽ കാണിച്ചിട്ടുണ്ട് പലതവണ. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള സാമ്പാറാണ്, എന്നാൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ ജീരകം ഇട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ടത്, ഒരു ടേബിൾ സ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി 1 ടീസ്പൂണ്, 1 ടീസ്പൂൺ തന്നെ കായപ്പൊടി നമ്മൾ നേർത്തിട്ടുണ്ടായിരുന്നു. സാമ്പാറിൽ എപ്പോഴും കായത്തിൻ്റെ അളവ് ഒരു സ്വല്പം മുന്തി നിൽക്കണം, അപ്പോഴാണ് സാമ്പാറൊന്ന് ടേസ്റ്റ്. അപ്പോൾ ഒരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള, വലിയ നെല്ലിക്ക കേട്ടോ, ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി ഞാൻ പിഴിഞ്ഞ് എനിക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്ക് സാമ്പാർ ഒഴിച്ച് കൊടുക്കാം. നല്ല കട്ടിയുള്ള സാമ്പാർ കേട്ടോ. പരിപ്പ് ഞാൻ 1.5 ഗ്ലാസ് പരിപ്പിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പുളി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ സാമ്പാർ ഉണ്ടാക്കി നോക്ക്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. രാവിലെ ദോശയുടെ കൂടിയോ എല്ലാത്തിൻ്റെ കൂടി ചപ്പാത്തിയൊക്കെ കൂടെ കഴിക്കാമല്ലോ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ചോറിനായി, അതേസമയം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഇഡലിയോ ദോശയോ ഒക്കെ ഇത് കഴിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ പുളിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഓപ്ഷണലാണ്. സ്വല്പം ഉപ്പ് വരായിണ്ടപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, നല്ലതാണ് കേട്ടോ. കുറച്ച് ഇലകളൊക്കെ നമുക്കിങ്ങനെ ചെല്ലണം, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെന്നോളും, അരിയണമല്ലോ. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.
താങ്ക് യു, ബൈ.